ഹലോ നമസ്കാരം എല്ലാവർക്കും മാക്സിമം പി എസ് സിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളോളം ആൾക്കാർ കാത്തിരുന്ന ഒരു പോസ്റ്റാണ്, മികച്ചൊരു പോസ്റ്റ് LSGI സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 571/2023. കേരള PSC നടത്തുന്ന സർക്കാർ സർവീസിലേക്കുള്ള ഏറ്റവും മികച്ച പോസ്റ്റുകൾ ഒന്നാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സെക്രട്ടറി പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്തുള്ള സെക്രട്ടറി പോസ്റ്റുകൾ. ശമ്പളം എന്ന് പറയുന്നത് ആകർഷണീയമായ ഒരു ശമ്പളം തന്നെയാണ്. 51,400 മുതൽ 1,10,300 വരെയുള്ള ഒരു സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ സംസ്ഥാന തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ്, ആന്റിസിപ്പേറ്റഡ് ആണ്. നിലവിൽ ഒഴിവുകളുടെ എണ്ണം നൽകിയിട്ടില്ല, അത് പ്രത്യേകം നോക്കുക. ഇനി നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വലിച്ചു നീട്ടി പറഞ്ഞു നിങ്ങളുടെ സമയം കളയുന്നില്ല. കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഒരു വർഷവും ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 വർഷം വരെ നിലനിൽക്കും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണെങ്കിൽ എത്ര ഒഴിവുകൾ വന്നാലും അതിൻ്റെ 4% ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി റിസർവ്ഡ് ആയിട്ടുണ്ട്. പിന്നീട് ഈ പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ PSC പരീക്ഷകൾ പോലെ തന്നെ നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ നിയമന രീതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രായപരിധി, നമ്മളിപ്പോൾ എല്ലാ പരീക്ഷയുടെ പ്രായപരിധി പറയുമ്പോൾ തന്നെ പറയുകയാണ്. ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രായപരിധി പറയുക. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 മുതൽ PSCയുടെ യൂഷ്വൽ പാറ്റേൺ ആണ്. പിന്നീട് നമ്മളുടെ ഈ പറയുന്ന പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് സർക്കാർ പരീക്ഷകളിൽ PSC നൽകുന്ന പ്രായപരിധിയുടെ ഇളവുകളുണ്ട്. ആ ഇളവുകൾ ഇവിടെയും പാലിക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ ഇവിടെ പ്രായപരിധി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 36 വയസ്സ് വരെ എന്ന് ചിന്തിക്കരുത്. 18 മുതൽ 36, 2/1/1987 മുതൽ 1/1/2005 ഈ 2 തീയതികൾ ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിരുദം, ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത എന്ന്. എന്നാൽ അത് മാത്രമല്ല, ചില കാര്യങ്ങളിൽ നോക്കുക. ഇനി നമ്മളൊരു അംഗീകൃത കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഇല്ലെങ്കിൽ കേരള സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ബിരുദം വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവ കൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ബിരുദം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ, ഇപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കാവാം, കേരളത്തിലെ സർവകലാശാലയിൽ നിന്നാവാം, NIT, IIT പോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഐസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബിരുദവും പറ്റും. അതാണ് യോഗ്യത എന്ന് പറയുന്നത്. എന്നാൽ അത് താഴെ ഒരു കുറിപ്പ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക, ചില അനുബന്ധമായ കാര്യങ്ങൾ. ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലാത്ത നിയമനിർമ്മിതി മൂലമുള്ള ചില ഉത്തരവുകൾ മുഖേനയുള്ള നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി ഈക്വലന്റ് ഇല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ ലഭിച്ചിരിക്കുന്ന ചില സർക്കാർ യോഗ്യത മാനദണ്ഡമായ കോഴ്സുകൾക്കും ഡിപ്ലോമകൾക്കും തത്തുല്യ യോഗ്യത നൽകുമ്പോൾ അവ ഈ പറയുന്ന ബിരുദ യോഗ്യതയ്ക്ക് തുല്യമായി കണക്കാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് കണക്ക് കൂട്ടും. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല കോഴ്സുകളും നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് UGC അംഗീകൃതമായ രീതിയിലുള്ള ഡിഗ്രികളോ ഡിപ്ലോമയൊക്കെ തത്തുല്യമായി കാണാം. ചില ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഫണ്ടഡിൽ നടത്തുന്ന കുറച്ച് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള സമാനമായ കോഴ്സുകൾ ഡിഗ്രിക്ക് തത്തുല്യമായി കാണാം. ഓക്കെ, അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാം. പിന്നെ ആദ്യത്തെ 3 വർഷത്തിൽ 2 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന പരീക്ഷ എഴുതി പാസ്സായി ലിസ്റ്റിൽ വരുന്നവർക്ക് ആദ്യത്തെ തുടർച്ചയായ 3 വർഷത്തിലുള്ളതിൽ 2 വർഷം പ്രൊബേഷണറി പീരീഡ് ആയിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അപേക്ഷിക്കേണ്ട രീതികൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, യൂസർ ID പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ പോവുക. അവിടെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും തന്നെ ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാം, ആധാർ എന്താണെങ്കിലും ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. ഫോട്ടോയിലെ ഡേറ്റ് പണ്ട് മുതൽ ചെയ്തിരിക്കുന്ന 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാറ്റാതായിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ നൽകുന്ന നിങ്ങളുടെ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് SSL ബുക്കിൽ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റഡ് വിജ്ഞാപനം കൂടി നൽകണം. അത് നിങ്ങളുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ പൊതുവ്യവസ്ഥകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, പരിചയോഗ്യത തുടങ്ങിയവ നൽകി തെറ്റായ വിവരങ്ങളൊന്നും നിങ്ങൾ നൽകരുത്. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നിങ്ങൾ ഈ പറയുന്നത് ഒഴിവാക്കാൻ തന്നെ ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ചിലപ്പോൾ ഈ മുമ്പോട്ടുള്ള പരീക്ഷ എഴുതാറ്, ഈ പരീക്ഷ തന്നെ എഴുതാൻ നിങ്ങൾ ഈ പറയുന്ന ചിലപ്പോൾ കാര്യങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്
വരുന്ന ജനുവരി 2024 ജനുവരി 31 തീയതിയാണ്. അത് രാത്രി 12 മണി വരെയുണ്ട്. അതൊരു ബുധനാഴ്ചയാണ്. അപ്പോൾ ദയവ് ഇത് രാത്രി 12 മണി വരെയോ 31/1/2024 വരെയോ നിങ്ങൾ എന്താണ് നോക്കിയിരിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അതിന് മുമ്പ് തന്നെ എന്താണ് അപേക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ എന്താണ് നിങ്ങൾ നോക്കുക. ഗസറ്റഡ് വിജ്ഞാപനത്തിൻ്റെ പാർട്ട് 2 ഇതെല്ലാം നൽകിയിട്ടുണ്ട്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അവിടെ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ടൊരു ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കുക. ഇതൊരു ഞാൻ പറയുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മികച്ചൊരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. കുറേയധികം ആൾക്കാർ പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം വൈകാതിരിക്കുക. പഠനം എത്രയും പെട്ടെന്ന് തുടങ്ങുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മാക്സിമം PSCയുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്കാൻ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ എന്താണ് ലിങ്ക് വഴി പോയിട്ടോ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ എടുക്കാവുന്നതാണ്. PDF അവിടെ ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഇതൊരു ഇൻഫോർമേഷൻ ആയിട്ട് പാസ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ബൈ.